ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് മിസ് ആ 3 മൂവീസിലുള്ള ഫസ്റ്റ് മൂവി റോഷമോൻ എന്നുള്ള മൂവിയുടെ സമ്മറിയാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പം റോഷമോൻ എന്നുള്ള മൂവി എന്ന് പറയുന്നത് അക്കീറോ കുറോസോവ എന്നുള്ള AKIRA അക്കീറ കുറോസാവ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ഫിലിം മേക്കറിൻ്റെ പടമാണ്. അദ്ദേഹം 30 ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ജാപ്പനീസ് സിനിമയിലെ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സിനിമയിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിലിം മേക്കർ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, സിനിമയിലൂടെ പല കാര്യങ്ങളും പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റാഷമോൻ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കാണാനുള്ള സിനിമ. റാഷമോൻ 1950 പടമാണ്. 7 സമുറായി, ത്രോൺ ഓഫ് ബ്ലഡ്, റാൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ആണ് കേട്ടോ. അപ്പം അദ്ദേഹം ഒരു പെയിൻറ്ററും കൂടിയാണ്. റാഷമോൻ എന്നുള്ള ഫിലിം എന്ന് പറയുന്നത് വെനീസ് ഫിലിം ഫെസ്റ്റിവലൊക്കെ ഇട്ട് എന്താ പറയുക വെനീസ് ഫിലിം ഫെസ്റ്റിവലൊക്കെ ഇട്ട് അതിന് ഗോൾഡൻ ലയൺ എന്നുള്ള സർപ്രൈസ് വിന്നർ, അതായത് ആ സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു ബഹുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ലയൺ എന്നുള്ള അവാർഡ് പോലുള്ള ആ സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള റാഷമോൻ്റെ സ്റ്റോറി ഒന്ന് കേൾക്കാം. അപ്പോൾ റാഷമോൻ അക്കീറ കുറോസോവയുടെ ഫിലിമാണ്. പിന്നെ അതിനകത്ത് ആക്ടേഴ്സിനെ കുറിച്ചൊന്നും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അത് വിക്കിപീഡിയക്കകത്ത് കിടപ്പുണ്ട്. അതൊരു സാമുറായിയുടെ കഥയാണ്. അതായത് ഹൗ എ സാമുറായി വാസ് മേർഡേർഡ് ഇൻ എ ഫോറസ്റ്റ്. എങ്ങനെയാണ് ഒരു സാമുറായി കൊല്ലപ്പെട്ടു ഫോറസ്റ്റിൽ, ആ ഒരു പിന്നെ കഥയും പിന്നെ അതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഇന്നെ ഗ്രൂവ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. ഇന്നെ ഗ്രൂവ് GROVE. ഓക്കെ, ആൻഡ് ദെൻ അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലോട്ട് ഡിവൈസ് എന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് പോകുന്ന അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള, അതായത് ഒരാൾ മരിച്ചു കിടക്കുവാണ് ഫോറസ്റ്റിൽ. അപ്പം പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇൻ്റർനാഷണലി അറിയപ്പെട്ട ഫസ്റ്റ് ജാപ്പനീസ് ഫിലിമാണ് റാഷമോൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലയൺ എന്നുള്ള ബഹുമതി കിട്ടുകയും അക്കാഡമി ഓണററി അവാർഡ് ഒക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ റാഷമോൻ എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം കൂടിയുണ്ട്. അത് നമുക്ക് എന്താണെന്ന് ലാസ്റ്റ് പറയാം. അപ്പോൾ പ്ലോട്ട് ഇങ്ങനെയാണ്. ഒരു വുഡ് കട്ടറും ഒരു പ്രീസ്റ്റും പിന്നെ മഴയിൽ നിന്ന് റാഷമോൻ സിറ്റി ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അവിടെ വെച്ച് അവർ രണ്ടുപേരും കൂടി റീസെൻ്റായിട്ട് അവിടെ നടന്ന ഒരു മേർഡറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു സാമുറായിയെ കൊന്നിരിക്കുന്നു. അപ്പം വുഡ് കട്ടറും പ്രീസ്റ്റും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമണർ, അതായത് ഒരു വില്ലേജർ ഇവരുടെ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുകയാണ്. വുഡ് കട്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഓഫ് ദി സാമുറായി, അതായത് കൊല ചെയ്യപ്പെട്ട സാമുറായിയുടെ ബോഡി 3 ദിവസം മുന്നേ കണ്ടെത്തി എന്നിങ്ങനെ പറയുവാണ്. അതായത് സാമുറായിയുടെ ക്യാപ്പും അയാളുടെ വൈഫിൻ്റെ ഹാറ്റും പിന്നെ റോപ്പ്, അതായത് കയറിൻ്റെ കഷ്ണവും അദ്ദേഹത്തിൻ്റെ ആമുലെറ്റും കൂടി കണ്ടെത്തി എന്നാണ് പറയുന്നത്. പ്രീസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുറായി ട്രാവൽ ചെയ്യുമായിരുന്നു വൈഫിൻ്റെ കൂടെ ആ കൊല്ലപ്പെട്ട ദിവസം, അത് അയാൾ കണ്ടു എന്ന് പറയുവാണ്. രണ്ടുപേരും കോടതിയിൽ മുമ്പാകെ, പോലീസ്മാൻ്റെ മുമ്പാകെ എന്ത് ചെയ്തു, സാക്ഷി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബണ്ടിറ്റിനെ അറസ്റ്റ് ചെയ്യുന്നു. ഒരു കള്ളനെ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഈ രണ്ടുപേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ബണ്ടിറ്റിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ബണ്ടിറ്റിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവർ ഈ ഭാര്യയെയും ഭർത്താവിനെയും, അതായത് സാമുറായിയും സാമുറായിയുടെ വൈഫിനെയും ഇയാൾ ഫോളോ ചെയ്തു ഫോറസ്റ്റിലൂടെ. ആൻഡ് ദെൻ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റിക്കുകയാണ് ചെയ്തത്. ഈ സാമുറായിയെ വഴി തെറ്റിച്ചു ഈ ഒരു കൊള്ളക്കാരൻ. അതായത് അയാൾ വഴി തെറ്റിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു കുഴിക്കകത്ത് അയാൾ പണ്ടത്തെ കുറേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ ഒരു കുഴിക്കകത്താക്കി ഇട്ടു. അതിങ്ങനെ വഴി നീളെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടു. അപ്പോൾ അത് ഫോളോ ചെയ്ത് ആര് പോയി, ഈ സാമുറായി പോയി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുറായിയുടെ വൈഫിനെ റേപ്പ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു കത്തി വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ ബണ്ടിറ്റ് സാമുറായിയുടെ വൈഫിനെ സെഡ്യൂസ് ചെയ്യുകയും
എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുറായുടെ വൈഫ് അയാളുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള അതിന് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുകയും ആ റേപ്പെന്ന് പറയാൻ പറ്റില്ല കൺസെൻറ്റോട് കൂടി അവസാനം ഒരു ഇതാവുകയും ഫിസിക്കലി എന്ത് ചെയ്യുക ഇൻവോൾവ് ചെയ്യുകയും അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ദി പ്രോസസ്സ് ഇവർക്ക് ഒരു നാണക്കേട് വന്നു. അതായത് രണ്ടാണുങ്ങളുടെ കൂടെ കിടന്നെന്നുള്ളൊരു പേര് വരുമല്ലോ. സോ ഇവർ തന്നെ പറയുവാണ് ബണ്ടിറ്റിൻ്റെ അടുത്ത് ഹസ്ബൻഡുമായിട്ട് ഒരു ഡുവലിന് അതായത് ഒരു ഫൈറ്റിന് പോകാൻ പറഞ്ഞു. എന്നിട്ട് ആരാണോ വിൻ ചെയ്യുന്നത് അവരുടെ കൂടെ ഇവർ പോകാമെന്ന് ഏറ്റു. ബണ്ടിറ്റ് ഏറ്റു. അവസാനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടിറ്റ് സാമുറായിയെ കൊന്നു. ആ സമയം കൊണ്ട് വൈഫ് ഓടിക്കളഞ്ഞു. അപ്പോൾ വൈഫിനെ പോലീസ് കണ്ടുപിടിച്ചു. വൈഫാണെങ്കിൽ വേറെ ഒരു മൊഴിയാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റിമണിയാണ് വൈഫ് കൊടുത്തേക്കുന്നത്. അവരുടെ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബണ്ടിറ്റ് ഇവരെ റേപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി ആൻഡ് ഇവരുടെ ഹസ്ബൻഡിനെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു എന്ന് ബണ്ടിറ്റ്. ഹസ്ബൻഡിനെ ആ ലോക്കിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ട് പക്ഷെ അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഫിനെ ഇങ്ങനെ നോക്കി വെറുപ്പോടുകൂടി നോക്കിയെന്ന് റേപ്പിന് ശേഷം ഹസ്ബൻഡ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കത്തി വെച്ച് കുത്താനായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനൊക്കെ നോക്കി. പക്ഷെ അവർ ബോധം കെട്ടങ്ങ് താഴെ കിടന്നു. അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് മരിച്ചതാണ് കണ്ടത്. ഹസ്ബൻഡിൻ്റെ ചെസ്റ്റിൽ അതേ കത്തി ഇങ്ങനെ കുത്തി ഇറക്കി ഇരിക്കുക. ആ ഷോക്കിൽ ഇവർ ഫോറസ്റ്റിലൂടെ വാണ്ടർ ചെയ്തു. ആ സമയത്ത് അവളൊരു കുളം കണ്ടു. ആ കുളത്തിൽ ഇവർ ഡ്രൗൺ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ നടന്നില്ല. സാമുറായുടെ ടെസ്റ്റിമണി അതിങ്ങനെ ഒരു അവസാനം സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ സാമുറായുടെ ടെസ്റ്റിമണി കേൾക്കണം. അതായത് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി സാമുറായുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ വേണ്ടി ഇവർ നോക്കി. ഒരു മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ഫിസിക്കൽ വേൾഡിൽ നിന്നും അതായത് നമ്മുടെ ഏർത്ത്ലി വേൾഡിലും അതായത് ആ ഒരു സ്പിരിച്വൽ വേൾഡിലും നടുക്ക് നിൽക്കുന്ന ഒരാൾ, അതാണ് മീഡിയം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ. മീഡിയം വഴി സാമുറായുടെ ഈവൻറ്റ്സ് കേൾക്കാൻ വേണ്ടി പോലീസുകാർ റെഡിയായി. ആ സാമുറായുടെ വേർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബണ്ടിറ്റ് വൈഫിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ ഒരു റേപ്പിന് ശേഷം സാമുറായിക്ക് നാണക്കേടായി. അവൾ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇവള് ബണ്ടിറ്റിൻ്റെ അടുത്ത് പറയുവാണ് സാമുറായിയെ കൊല്ലാൻ ആദ്യം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബണ്ടിറ്റിന് എന്ത് ചെയ്തു, ബണ്ടിറ്റിനൊരു വല്ലായ്മ തോന്നി. അയാൾ റേപ്പ് ചെയ്തിട്ട് ആ റേപ്പിസ്റ്റിൻ്റെ കൂടെയാണ് വൈഫ് വരാൻ നിൽക്കുന്നത്. അപ്പോൾ ഇയാൾക്കത് കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. ഇയാൾ എന്ത് ചെയ്തു, സാമുറായിക്ക് ഒരു ചോയ്സ് കൊടുത്തു. ഒന്നെങ്കിൽ അവളെ കളഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ അവളെ കൊല്ലുക. അപ്പോൾ വൈഫ് എന്ത് ചെയ്തു, അപ്പോഴേ ഓടിക്കളഞ്ഞു. അപ്പം സാമുറായി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബണ്ടിറ്റ് വൈഫിൻ്റെ പുറകെ ഓടി നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ടിറ്റ് എന്ത് ചെയ്തു, സാമുറായിയുടെ കെട്ടെല്ലാം അഴിച്ചു വിട്ടു. ആ സമയത്ത് സാമുറായി നാണക്കേട് കൊണ്ട് തന്നെത്താനെ കുത്തി മരിച്ചതാണ്. ഇതാണ് നടന്നത്. അപ്പോൾ വുഡ് കട്ടർ അപ്പോൾ ഇതെല്ലാം കുറേ ആളുകളുടെ ഒരു വേർഷനിലേക്ക് കഥ പറഞ്ഞു പോകുന്നത്. വുഡ് കട്ടർ പറയുവാണ് ഈ സ്റ്റോറീസ് എല്ലാം 3 സ്റ്റോറീസ് ഇപ്പോൾ കേട്ടത് ഫുൾ കള്ളമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുറായി ഒരു വാളിനാലാണ് കൊല്ലപ്പെട്ടത്, അല്ലാതെ കത്തി വെച്ചല്ല കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കോമണർ പറയുവാണ്, അതായത് വില്ലേജ് മാൻ പറയുവാണ്. എന്നിട്ട് വുഡ് കട്ടറിനെ, അതായത് വില്ലേജ് മാൻ ഇത് കേട്ടുകൊണ്ട് വുഡ് കട്ടറിൻ്റെ അടുത്ത് പ്രഷറൈസ് ചെയ്തിട്ട് പറയുവാണ്, എന്താണ് നിങ്ങൾ കണ്ടു കൊല്ലുന്നത്, നിങ്ങൾ എന്നിട്ട് കള്ളം പറയുമല്ലേ, അതായത് നിങ്ങൾ കേസിനകത്ത് പെടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ട കൊലപാതകത്തിനെ കുറിച്ചൊന്നും മിണ്ടാതിരിക്കുവാണെന്ന് ഈ കോമണർ ഇയാളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. വുഡ് കട്ടറിൻ്റെ വേർഷൻ ഓഫ് ഇവൻറ്റ്സിനകത്ത് എന്താണ് പറയുന്നത്, നമ്മുടെ ബണ്ടിറ്റ് വൈഫിൻ്റെ അടുത്ത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്, സാമുറായുടെ വൈഫിൻ്റെ അടുത്ത് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ച് ബെഗ് ചെയ്യുന്നത് പോലെയാണ്. എന്നിട്ട് ഇവളെന്ത് ചെയ്തു, അവളുടെ ഹസ്ബൻഡിനെ ഫ്രീ ചെയ്തു ഈ ബണ്ടിറ്റിനെ കൊല്ലാൻ വേണ്ടി. സാമുറായി എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു. അതായത് അയാളുടെ വൈഫ് എന്തായാലും നശിപ്പിക്കപ്പെട്ടു, സോ ഇനി അയാളെ കൊന്നിട്ട് എന്തിനാന്നുള്ള രീതിയിൽ സാമുറായി നിന്നു. അപ്പം ബണ്ടിറ്റ് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞു. വൈഫിന് 2 പേരോടും വെറുപ്പ് തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു, 2 ആണുങ്ങളും കൂടി അവസാനം എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സാമുറായിക്ക് കയ്യിൽ കത്തിയൊന്നും ഇല്ലായിരുന്നു. അയാളെ അവസാനം ആര് കൊന്നു, ബണ്ടിറ്റ് കൊന്നു. വൈഫ് ഇത് കണ്ട് ഓടുന്നു. സാമുറായി എന്ത് ചെയ്തു, ബണ്ടിറ്റ് എന്ത് ചെയ്തു, സാമുറായിയുടെ വാളും എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. വുഡ് കട്ടറും പ്രീസ്റ്റും കോമണറും എല്ലാം ഒരു ക്രൈയിങ് ബേബിയുടെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് അലേർട്ടായി. ഈ സമയത്ത് അവർ നോക്കുമ്പോൾ ഉണ്ട്, അവർ മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ് ഒരു ഷെയ്ഡിൽ. അപ്പോൾ അവരൊരു അബാൻഡൻഡ് ചൈൽഡിനെ കണ്ടു ഒരു ബാസ്ക്കറ്റിനകത്ത്. ആ ബാസ്ക്കറ്റിനകത്ത് ഒരു കിമോണോ, അതായത് ജാപ്പനീസ് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു കിമോണോ എന്ന് പറഞ്ഞൊരു ഡ്രസ്സുണ്ട്. ആ കിമോണോയും ഒരു ആമുലെറ്റും കണ്ടു. ആ കോമണർ എന്ത് ചെയ്തു, ഈ ഐറ്റംസ് എല്ലാം കട്ടെടുത്തു.
ഇപ്പോൾ വുഡ് കട്ടർ ഇയാളെ ചീത്ത വിളിച്ചു. കോമണർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് കട്ടറിൻ്റെ അടുത്ത് പറയുവാണ്, പിന്നെ ഈ കോമണർ വുഡ് കട്ടറിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു, കൊലപാതകം കണ്ടു, പക്ഷെ നിങ്ങൾ എന്നിട്ടും മിണ്ടാതിരിക്കുവാണ്. കാരണം നിങ്ങൾക്ക് ട്രബിള്, അതായത് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മിണ്ടാതിരിക്കുവാണ്. അതുമാത്രമല്ല, ഇയാൾ ഈ വൈഫിൻ്റെ ഡാഗർ എന്ത് ചെയ്തു, ഈ വുഡ് കട്ടർ വിറ്റ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു എന്നാണ് ഈ കോമണർ പറയുന്നത്. മീൻ വൈൽ പ്രീസ്റ്റ് അറ്റം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേബിയെ ഇങ്ങനെ എന്താ പറയുക, സൂതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കരച്ചിൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ പാവവ് പാടിക്കൊണ്ടിരിക്കുകയാണ്. വുഡ് കട്ടർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡിനെയും, അതായത് കോമണർ പോയ സമയത്ത് വുഡ് കട്ടർ എന്ത് ചെയ്തു, ആ ചൈൽഡിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. പ്രീസ്റ്റ് എന്ത് ചെയ്തു, ഹ്യൂമാനിറ്റിയിലുള്ള ഈ ഒരു വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും എന്ത് ചെയ്തു, ഒരുമാതിരി വിഷമിച്ച് നിന്നു പ്രീസ്റ്റ്. വുഡ് കട്ടർ പറയുവാണ്, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാമെന്ന്. അപ്പോൾ ഈ വുഡ് കട്ടറിൻ്റെ ഈ ഒരു ഇൻറ്റൻഷൻ നല്ല ഇൻറ്റൻഷനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രീസ്റ്റ് പറയുവാണ്, ഓക്കെ, നിങ്ങളെങ്കിലും നല്ലത് ചെയ്തല്ലോ, അപ്പോൾ ഹ്യൂമാനിറ്റിയിൽ എല്ലാ ആളുകളും പന്നലല്ല, കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ നന്മയുണ്ട്. അങ്ങനെ വുഡ് കട്ടർ പ്രിപ്പയർ ചെയ്യുവാണ്, പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തോർന്നു, ക്ലൗഡ്സ് എല്ലാം മാറി, സൂര്യപ്രകാശം വന്നു. ഇതിനകത്ത് ഒരു അലിഗോറിക്കൽ അല്ലെങ്കിൽ സിംബോളിക്കൽ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് ഓഫ് ദ വുമണും സാമുറായിയുടെ മർഡറും. ഇതാണ് ഒരു 3-4 പേരുടെ 4 വിറ്റ്നസ്സുകളാണുള്ളത്. 4 പേരുടെ സ്റ്റോറിയിലൂടെയാണ് പോകുന്നത്. ബണ്ടിറ്റാണ് റേപ്പിസ്റ്റ്, പിന്നെ വൈഫുണ്ട്, ഡെഡ് മാൻ ഉണ്ട്, ആൻഡ് ലാസ്റ്റ്ലി ദി വുഡ് കട്ടർ. ആൻഡ് ദെൻ ദ സ്റ്റോറീസ് എന്ന് പറയുന്നത് എല്ലാം കോൺട്രഡിക്ടറി ആണ്, അല്ലേ? പിന്നെന്താ പറയുന്നത്, ഒരു മൾട്ടിപ്പിൾ റിയാലിറ്റി എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് ഒരു കാര്യത്തിന് ഒരുപാട് സത്യങ്ങൾ കാണും. അതായത് ഒരു നാണയത്തിന് 2 വശം എന്നുള്ളത് പോലെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു, ഒരുപാട് സത്യങ്ങൾ കാണും, നമുക്കറിയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് റാഷമോൺ എഫക്റ്റ് എന്ന് പറയും. റാഷമോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് മെത്തേഡാണ് സിനിമയിൽ. അതായത് ഒരു ഇവൻറ്റിനെ കുറിച്ച് കോൺട്രഡിക്ടറി ആയിട്ട് പല ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നത്. അതായത് പല ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു പോകുന്നു. അതിനെയാണ് നമ്മൾ റാഷമോൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് റാഷമോൻ ഇഫക്റ്റ് എന്നുള്ള ഈ ഒരു കാര്യം വന്നത്, കേട്ടോ. പിന്നെ ഓക്കെ, ദെൻ വേറൊരു അലിഗോറിക്കൽ, അതായത് ഈ ഒരു കഥയ്ക്കകത്ത് ഹിഡൻ മീനിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹിഡൻ മീനിങ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ മിസ് പറഞ്ഞു, മൾട്ടിപ്പിൾ റിയാലിറ്റീസ്, ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ പല ഇൻ്റർപ്രിട്ടേഷൻസ്, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ്. അനദർ തിങ് എന്ന് പറയുന്നത് എന്താണ്, ജപ്പാനെ World War II ഡിഫീറ്റ് ചെയ്യുന്നു, ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് ബോംബും ജപ്പാൻ്റെ ഡിഫീറ്റുമാണ് കണക്ട് ചെയ്ത് പറയുന്നത്. അതായത് ആറ്റം ബോംബ് ഇട്ടു, പിന്നെ ജപ്പാൻ ഡിഫീറ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു വോറിന് ശേഷം ജപ്പാൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ, അതായത് ഹ്യൂമാനിറ്റി മൊത്തത്തിൽ നശിച്ചു കിടക്കുവാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്, കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.